ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും പശ്ചിമ ബംഗാൾ സർക്കാരിനുമെതിരെ ഭീഷണി ഉയർത്തുന്ന ബംഗ്ലാദേശിനെതിരെ ഇതാ രാജ്യം പ്രയോഗിക്കാൻ പോകുന്നതൊരു വമ്പൻ ജലബോംബാണ്. തന്ത്രപരമായ ഒരു ഗംഗാജലം കൊണ്ടുണ്ടാക്കിയ ഒരു ബോംബ്. 1996 ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ച 30 വർഷത്തേക്ക് മാത്രം കാലാവധിയുള്ള ചരിത്രപരമായ ഗംഗാജല പങ്കുവയ്ക്കൽ കരാർ അത് ഈ വർഷം ഡിസംബറിൽ അവസാനിക്കുകയാണ്. ഇന്ത്യ ഈ കരാർ പുതുക്കുമോ ഇല്ലയോ എന്നാണ് ബംഗ്ലാദേശ് ഉറ്റുനോക്കുന്നത്. ഉറ്റുനോക്കുക മാത്രമല്ല, കരാർ പുതുക്കണമില്ലെങ്കിൽ ഞങ്ങളുടെ വിധം മാറും, ഭാരതത്തിനിട്ട് പണി തരും എന്നാണ്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല, ബംഗ്ലാദേശിലെ നാഷണൽ പാർട്ടി സർക്കാർ ഭാരതത്തിനെതിരെ വെല്ലുവിളിക്കുകയാണ്. സൗഹൃദത്തിൻ്റെ ഭാവി, ഭാരതവുമായുള്ള സൗഹൃദം ഈ ഗംഗാജല കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുമെന്നാണ് ഇപ്പോൾ BNP സർക്കാരിൻ്റെ ഭീഷണി. ഭാരതത്തോട് സൗഹൃദം പങ്കിടാൻ ലോകരാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ഈ അവസ്ഥയിലാണ് ബംഗാളുകളുടെ ഈ ഒരു ആരും അംഗീകരിച്ചു കൊടുക്കാത്തൊരു ഭീഷണി. പുതിയ കരാർ ഒപ്പിടുന്നതുവരെ നിലവിലെ വ്യവസ്ഥകൾ തുടരണമെന്നും ജലം പങ്കുവയ്ക്കലിനായി നിശ്ചിത കാലാവധി നിശ്ചയിക്കണമെന്നുമുള്ളൊരു ശാശ്വത തീരുമാനം വേണമെന്നുമൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഏകപക്ഷീയമായ ആവശ്യം. ഇന്ത്യ അതിനൊരു മറുപടിയും നൽകിയിട്ടില്ല. കാരണം ഡിസംബറിൽ മാത്രമാണ് കരാർ അവസാനിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്ന പുതിയൊരു കരാർ അടിയന്തരമായി ഒപ്പിട്ടില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാകുമെന്ന് ഇങ്ങോട്ട് പറയുകയാണ് BNP ജനറൽ സെക്രട്ടറി മന്ത്രിയുമായ മിർസ ഫാഖ്റുൽ ഇസ്ലാം. അതായത് ബംഗ്ലാദേശിന് ഇന്ധനമടക്കം സൗജന്യം നിരക്കിൽ നൽകുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയോടെയാണ് ഉഭയകക്ഷി ചർച്ചകൾ ഇല്ലാതാക്കുമെന്ന ഭീഷണി. ഭാരതത്തിൽ നിന്നും ഒഴുകിയെത്തി ബംഗ്ലാദേശിൽ പത്മ എന്നറിയപ്പെടുന്ന ഗംഗാ നദി അവിടുത്തെ 17 കോടി ജനസംഖ്യയുടെ വലിയൊരു പങ്കിൻ്റെ ഉപജീവനത്തിന് പ്രധാനമെന്ന കാര്യം അത് നെഞ്ചെടുപ്പോടെയാണ് ഈ കഴിഞ്ഞ 30 വർഷവും ബംഗ്ലാദേശ് സർക്കാരുകൾ മാറി വന്ന സർക്കാരുകൾ ഓർത്തു വന്നത്. ബംഗാളിലെ ഫറാക്ക ബാരേജ് വഴി ഭാരതം വൻതോതിൽ വെള്ളം പത്മ നദിയിലേക്ക് എത്താതെ തിരിച്ചുവിടുന്നത് കാരണം ബംഗ്ലാദേശിൽ കടുത്ത ജലക്ഷാമമെന്നാണ് കാലാകാലങ്ങളായുള്ള ധാക്കയുടെ സ്ഥിരം ആക്ഷേപം. എന്നാൽ ഭാരതത്തിൻ്റെ അഭിമാനമായ കൊൽക്കത്ത തുറമുഖത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനു വേണ്ടി ചെളി ഒക്കെ മാറ്റുന്നതിനായി ഹൂഗ്ലി നദിയിലെ സുഗമമായ യാത്രാ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് ഫറാക്ക ബരാജ് ഉണ്ടാക്കിയതെന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഇത് മെച്ചപ്പെട്ട നീക്കമാണെന്നും ഭാരതം പലതവണ ബംഗ്ലാദേശിനോട് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലായിട്ടില്ല. അടുത്തത്, ബംഗ്ലാദേശ് അവരുടെ പത്മ നദിയിൽ സ്വന്തമായൊരു മെഗാ ബാരേജ് നിർമ്മിക്കുന്നതിലൊരു വൻ പദ്ധതിക്ക് ഇത് അനുമതി നൽകിയിരിക്കുന്നു. ഇന്ത്യയുമായി ഒരു തരത്തിലും അന്വേഷിക്കാതെ ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടത്താതെ ഏകപക്ഷീയമായ തീരുമാനം. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും നദീജല സുരക്ഷയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന വ്യക്തമായ നിലപാട് ഇതിനു മുമ്പും ഭാരത സർക്കാർ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2014 മുതലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ വ്യക്തമായ നിലപാടും അതുതന്നെയാണ് സർക്കാർ ധാക്കയെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നതും. എന്തായാലും ബംഗ്ലാദേശ് ഭാരതത്തോടൊരു മുട്ടം പണി തന്നെ ചോദിച്ചു വാങ്ങുകയാണ്. ഇനി വിധി എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം. കാരണം സൗഹൃദ രാജ്യങ്ങൾ, അതായത് അയൽ രാജ്യങ്ങൾ, നൈബർഹുഡ് രാജ്യങ്ങൾ ആദ്യമെന്ന ഇന്ത്യയുടെ ഒരു നയമുണ്ട്. ആ നയം പ്രകാരമാണ് ഇന്ത്യ ബംഗ്ലാദേശിനും നേപ്പാളിനും ഭൂട്ടാനുമൊക്കെ ശ്രീലങ്കയ്ക്കുമൊക്കെ പെട്രോളടക്കം ഇന്ധനം ഇന്ത്യയിൽ തന്നെ ശുദ്ധീകരിച്ച് ഡിസ്കൗണ്ട് നിരക്കിൽ കൈമാറുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഒരുപാട് സാമ്പത്തിക സഹായം നേടിയെടുത്തിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. ശ്രീലങ്കയ്ക്കുണ്ടാ നന്ദി, പക്ഷേ ബംഗ്ലാദേശിന് നന്ദി ലെവലേശമില്ല. എങ്ങനെയും പാകിസ്ഥാനുമൊപ്പം ചേർന്ന് ചൈനയ്ക്കൊപ്പം ചേർന്ന് ഇന്ത്യയെ മലർത്തിയടിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടു നടക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ബംഗ്ലാദേശ് സർക്കാർ എന്തായാലും ഗംഗാ നദീജല കരാർ പുതുക്കണമെന്ന് ഇന്ത്യയോട് ശക്തമായ കടുത്ത അവരുടെ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ എന്ത് നയപരമായ തീരുമാനം കൈക്കൊള്ളണമെന്നത് നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുക്കും. അതുവരെ കാത്തിരിക്കുക എന്ന് മാത്രമേ ബംഗ്ലാദേശിനോടും അവിടുത്തെ പശ്ചിമ ബംഗാൾ സർക്കാരിനെ വരെ ഇപ്പോൾ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് മമതാ ബാനർജിയെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ അവരുടെ ഗതി വരും എന്നൊക്കെ ചില നട്ടാൽ മുളയ്ക്കാത്ത ഭീഷണികൾ മുഴക്കിക്കൊണ്ടിപ്പോൾ ബംഗ്ലാദേശിലെ ചില സംഘടനകളും അവിടുത്തെ പ്രധാന സർക്കാർ നിയന്ത്രിക്കുന്ന പാർട്ടിയുമൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒന്നോർക്കണം, പശ്ചിമ ബംഗാളിൽ രാജ്യത്തിലെ ഏത് സംസ്ഥാനത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ അവർ സുരക്ഷിതരാണ് പശ്ചിമ ബംഗാളിൽ. കാരണം BJP സർക്കാരിന് വ്യക്തമായി അറിയാം,
അവരുടെ കൂടെ വോട്ട് ലഭിച്ചിട്ടാണ് സർക്കാരിന് മൃഗീയ ഭൂരിപക്ഷമായി പുതിയ സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ ജനതയെ, ബംഗ്ലാദേശികളല്ല, റോഹിംഗ്യകളല്ല, പശ്ചിമ ബംഗാളിലെ ഇന്ത്യൻ പൗരന്മാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനുള്ള കടുത്ത നീക്കത്തിലാണ് പശ്ചിമ ബംഗാൾ സർക്കാരും ഭാരത സർക്കാരും.